ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായി കേരളം മാറുകയാണ്. കേരളത്തെ വരുതിയിലാക്കാൻ അമിത്ഷാ തന്നെ നേതൃത്വം നൽകുന്ന ബി.ജെ.പി. പടയൊരുക്കം ഒരു വശത്ത്. സുപ്രധാന ചോദ്യങ്ങളാണ് ബി.ജെ.പിയുടെ നീക്കങ്ങൾ ഉയർത്തുന്നത്. അമിത്ഷാ ഗെയിം പ്ലാൻ കേരളത്തിൽ യേശുമോ? ന്യൂനപക്ഷത്തെ ഒപ്പം കൊണ്ടുവരാൻ കഴിയുമോ? ഇടത് വലത് പ്രതിരോധം കൂടുതൽ ശക്തമാകുമോ? ഒടുവിൽ ആരുടെ തന്ത്രങ്ങൾ വിജയം കാണും? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരളം പിടിക്കാൻ തന്ത്രം മെനഞ്ഞ് അമിത്ഷാ. 2019 കേരളത്തിൽ വൻ നേട്ടം കൈവരിക്കുമെന്ന് അമിത്ഷാ. ന്യൂനപക്ഷ വോട്ട് സമാഹരണത്തിൽ ശ്രദ്ധയൂന്നും. മാണിയുമായുള്ള സഖ്യമെന്ന പ്രതീക്ഷ ഉപേക്ഷിച്ച് ബി.ജെ.പി. അമിത്ഷായുടെ നീക്കങ്ങൾക്ക് മുന്നിൽ കരുതലോടെ മുന്നണികൾ. കേരളത്തെ ഗുജറാത്താക്കാനാണ് ശ്രമമെന്ന് കോടിയേരി. വെറും അതിമോഹമെന്ന് ചെന്നിത്തല. അമിത്ഷായുടെ ആഹ്വാനം കേരളം തള്ളുമെന്ന് മുസ്ലിം ലീഗ്. കശാപ്പ് നിയന്ത്രണ വിജ്ഞാപനത്തിൽ ഇളവിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പരാതികൾ സ്വീകരിച്ച് നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ. വിജ്ഞാപനത്തിൽ കശാപ്പിനോ ഭക്ഷണത്തിനോ നിയന്ത്രണമില്ലെന്നും ഹർഷവർദ്ധൻ. എം.ടി. മോഹൻലാൽ ചിത്രം മലയാളത്തിൽ രണ്ടാമൂഴം എന്ന പേരിൽ തന്നെ. മറ്റു ഭാഷകളിൽ ചിത്രം മഹാഭാരതമായും പുറത്തിറങ്ങും. ആരുടെയും ഭീഷണിയെ ഭയക്കുന്നില്ലെന്ന് നിർമ്മാതാവ് ബി.ആർ. ഷെട്ടി. ചിത്രത്തിന് പ്രധാനമന്ത്രിയുടെ ആശംസ. മഴക്കാല രോഗങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി. കക്ഷിഭേദം മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്നും കെ ശൈലജ. മഴക്കാല രോഗങ്ങൾ എങ്ങനെ തടയാം എന്ന ആശയമുയർത്തി ന്യൂസ് 18 ക്യാമ്പയിൻ. Hit him into the stands 5 times. Second one of the over. Don't go anywhere. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന് 320 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യൻ നിരയിൽ 4 പേർക്ക് അർദ്ധ സെഞ്ചുറി. 91 റൺസ് എടുത്ത രോഹിത് ശർമ്മ ടോപ്പ് സ്കോറർ. അമിത്ഷായുടെ ബുദ്ധിയിലെ ന്യൂനപക്ഷ വോട്ട് ഗെയിം പ്ലാൻ എന്താണ്? ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം വോട്ട് നേടുന്ന പാർട്ടിയാകും ബി.ജെ.പി. എന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. കെ.എം. മാണിയുമായി ഗൗരവതരമായ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും അമിത്ഷാ ഇന്ന് വ്യക്തമായി സൂചിപ്പിച്ചു. 2 പാർട്ടികളായതിനാൽ ബി.ഡി.ജെ.എസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും അമിത്ഷാ പറഞ്ഞു. ഇടത് ഭരണത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ നിരന്തരം കൊല്ലപ്പെടുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിനെതിരായ ശക്തമായ നടപടികൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും സൂചിപ്പിച്ചു. ഏതായാലും ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ കഴിയുന്ന നിലയിലുള്ള തന്ത്രങ്ങളും നിർദ്ദേശങ്ങളും നൽകിയാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ മടങ്ങിയത്. എന്നാൽ അമിത്ഷായുടെ തന്ത്രങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ കരുതിയിരിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ RSSനും ബി.ജെ.പിക്കും പ്രേരണ നൽകുകയായിരുന്നു അമിത്ഷായുടെ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്നും കോടിയേരി ആരോപിച്ചു. കോൺഗ്രസിന്റെ പിന്തുണയോടെ യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി കോൺഗ്രസിലെ തീരുമാനമെന്നും കോടിയേരി പ്രതികരിക്കുകയുണ്ടായി. സമാനമായി അമിത്ഷായുടെ രാഷ്ട്രീയ നീക്കങ്ങളെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ലീഗ് പ്രവർത്തക സമിതിയും ശക്തമായ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെയായി ഇന്ന് രംഗത്ത് വന്നു. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് ശ്രീ പി രാജീവ്, കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബി.ജെ.പി. നേതാവ് VV രാജേഷ്, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവരാണ്. ആദ്യം ശ്രീ പി രാജീവ്, ഈ കാര്യത്തിൽ വളരെ ഗഹനമായി ചിന്തിക്കാവുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ഗെയിം പ്ലാൻ, എന്താണ് തന്ത്രം? ന്യൂനപക്ഷ വോട്ട് സമാഹരണം എന്ന് പറയുന്നു, അമിത്ഷായുടെ ഒരു രാഷ്ട്രീയ ശൈലി, ഇതെല്ലാം അടങ്ങുന്ന ഗൗരവമായ ഒരു ഭാഗം. അതിൻ്റെ തന്നെ മറ്റൊരു ലളിതമായ വശമുണ്ട്. ഈ ആരവങ്ങളൊക്കെ ഉണ്ടാക്കി, പ്രചാരണ കോലാഹലമൊക്കെ ഉണ്ടാക്കി, ഇത്തരം പ്രഭാത ഭക്ഷണത്തിലുമൊക്കെ ഒരു വാർത്ത കണ്ടെത്തി ഒക്കെ അദ്ദേഹത്തിന് മടങ്ങാം. അങ്ങനെ 2 സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 2ലേക്കും വരും മുമ്പ് തന്നെ അമിത്ഷാ 2019 മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ വന്ന് സംഘടനാപരമായി ആ പാർട്ടിക്കകത്ത് ആലോചനകളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ആമുഖമായി എങ്ങനെ രാഷ്ട്രീയമായി അതിനെ വിലയിരുത്തും? അല്ല, ഒരു ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സജ്ജമാക്കാനുള്ള എല്ലാ അവകാശവും ശ്രീ അമിത്ഷായ്ക്കുണ്ട്.
പക്ഷെ അദ്ദേഹം പറഞ്ഞതായി കമ്മിറ്റികളിലും ഉൾപാർട്ടി മീറ്റ് യോഗങ്ങൾക്കകത്തും അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പല വാർത്തകളും ആശങ്ക ഉളവാക്കുന്നതാണ്. ഒന്ന്, അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ BJP നേതൃത്വം ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല. BJP നേതൃത്വത്തിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് എന്നൊരു ഭാഗത്ത് വരുന്നുണ്ട്. അത് തന്നെ ഒരു നിരാശയുടേതാണ്. ഇപ്പോൾ SNDP പോലെയുള്ള സംഘടനകൾ ഒപ്പം നിർത്താൻ ശ്രമിച്ചു, ജാതി സംഘടനകൾ ഒപ്പം നിർത്തിക്കൊണ്ട് ജാതീയമായൊരു ധ്രുവീകരണത്തിന് കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈ എടുത്തൊരു ശ്രമം നടക്കുകയുണ്ടായി. ആ ശ്രമത്തിന്റെ ഭാഗമായി വലിയൊരു മുന്നേറ്റം കേരളത്തിനകത്ത് ഉണ്ടാക്കാൻ കഴിയും എന്ന് അവർ കണക്കുകൂട്ടിയിരുന്നു. അത് വിജയിക്കാതെ വന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഇനി ന്യൂനപക്ഷ വോട്ടുകൾ കൂടി എങ്ങനെ കണക്ക് സമാഹരിക്കാൻ കഴിയും, അതിനാവശ്യമായ ചില തന്ത്രങ്ങൾ വേണം എന്ന പ്രഖ്യാപനം വന്നതായി മാധ്യമങ്ങൾ കാണുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എൻ്റെ കയ്യിൽ ഒരു തന്ത്രമുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞതായി മാധ്യമങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്ത്രം മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ളത് വർഗീയ ധ്രുവീകരണം നടത്തുക, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക, ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, അതുവഴി ഒരു പ്രത്യേക വിഭാഗത്തെ ധ്രുവീകരിക്കുകയും മറുവിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുക എന്ന തന്ത്രമാണ് UP-യിലായാലും ഗുജറാത്തിലായാലും മറ്റു പല സംസ്ഥാനങ്ങളിലായാലും ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രയോഗിക്കുകയും ചിലയിടങ്ങളിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് കേരളത്തിനകത്ത് അതേപോലെ ഓടാൻ കഴിയുന്ന ഒന്നല്ല. കേരളം കുറെ കൂടി പ്രബുദ്ധമാണ്. കേരളത്തിനകത്ത് നല്ല മതനിരപേക്ഷ അവബോധമുണ്ട്. ജനങ്ങൾ നന്നായി തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രയോഗിച്ചുള്ള തന്ത്രം ഇവിടെ വിജയിക്കുമെന്നുള്ളത് കേവലം ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഒരു വളരെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമം ഇന്ന് യഥാർത്ഥത്തിൽ ഇടിമുഴങ്ങുന്ന പാകിസ്ഥാനിലേക്കാണ് അമിത്ഷാ പോകുന്നത് എന്ന ഒരു വിശേഷണം, യഥാർത്ഥത്തിൽ അമിത്ഷായുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് വാർത്തയ്ക്ക് അവർ കൊടുത്തൊരു വിശേഷണം അതായിരുന്നു. പിന്നാലെ അവർ തെറ്റ് തിരുത്തുകയും ചെയ്തു. പക്ഷേ അത് ട്വിറ്ററിൽ മറ്റും ഏറ്റെടുത്തുകൊണ്ടൊരു ട്വിറ്റർ യൂസർ സമാനമായ പ്രയോഗത്തെ ശരിവെച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു. അതിനെ സ്മൈലിയോടുകൂടി അതിനെ പിന്തുണച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ MP വന്നു. മാത്രവുമല്ല, ആ പ്രതികരണം അദ്ദേഹം V മുരളീധരനും ഒപ്പം തന്നെ കുമ്മനത്തിനും ടാഗ് ചെയ്യുകയും ചെയ്തു. ഈ നിലയിലാണ് അത്തരം വാർത്തകളോടുള്ള ഒരു പൊതു സമീപനം. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ വോട്ട് സമാഹരണമാണ് മുന്നേറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യകത എന്ന തിരിച്ചറിവും BJPക്കുണ്ട്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്ക് നടുവിലൂടെ കേരളത്തെ എങ്ങനെയാണ് അമിത്ഷായുടെ ശിക്ഷണത്തിൽ BJPക്ക് കൂടുതൽ വളരാൻ കഴിയുന്ന ഒരു സാധ്യത തേടലായി ഈ വരവിനെ ഡോക്ടർ ഫസൽ ഗഫൂർ കാണുന്നുണ്ടോ? സാധ്യതയുണ്ടോ ഈ വൈരുദ്ധ്യങ്ങൾക്ക് നടുവിൽ? ആദ്യം നമ്മൾ അമിത്ഷാനെ പഠിക്കാം. അമിത്ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെപ്പറ്റി നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹം ഗുജറാത്തിലെ ഒരു ലോക്കൽ പൊളിറ്റീഷ്യനായിരുന്നു. അദ്ദേഹം ഗോദ്ര സംഭവങ്ങൾക്ക് ശേഷം അവിടെ മന്ത്രിയായതിനു ശേഷം ഉണ്ടായ വർഗീയതയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് കൗ ബെൽറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന് തെന്നിന്ത്യയിലെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം എല്ലാ സ്ഥലത്തും പോയിട്ട് ശ്രമിക്കുന്ന ധ്രുവീകരണം, ഉദാഹരണം യാദവ് വേഴ്സസ് നോൺ യാദവ്, ചാമാർ വേഴ്സസ് നോൺ ചാമാർ, മുസ്ലിം വേഴ്സസ് ഹിന്ദു, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ. ഉദാഹരണം ഇതിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം രാമനെ പ്രതിഷ്ഠിക്കുകയാണ്, രാംനവമി കൊണ്ടാടുകയാണ് അവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ നോക്കുമ്പോൾ ക്രൈസ്തവരും മുസ്ലിമുകളും തമ്മിലൊരു പോരാട്ടം കാണുന്നുണ്ട്. ക്ലാഷ് ഓഫ് ദി സിവിലൈസേഷൻസ്, ഹണ്ടിങ്ടൺ പറഞ്ഞ മാതിരി. അപ്പോൾ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കേരളത്തിലെ UDF പൊളിറ്റിക്സിൽ മാത്രമേ അവർ ഒരുമിച്ച് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തന്ത്രം ഇവിടെ പ്രയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളർന്നു വരുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിമുകളും കൂടെ ചേർന്നിട്ടുള്ള പ്രത്യേകിച്ച് UDFിലുള്ള അലയൻസ്, ആ അലയൻസിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അദ്ദേഹത്തിന് നിൽക്കാനായിട്ട് ക്രൈസ്തവ സഭകളുണ്ട്. കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടുങ്ങിയ ഇൻട്രസ്റ്റുകൾ മാത്രമേ അവരെ തരലുള്ളൂ. ഉദാഹരണം, കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക, വേറെ കുറേ കച്ചവടം നടത്തുക, ഇതിലപ്പുറത്തോട്ട് അവർക്ക് ചിന്താഗതിയില്ല. ഓരോ ഓൾ ഇന്ത്യ പ്രശ്നത്തിലും ക്രൈസ്തവ സഭയെ ബാധിക്കുന്ന പ്രശ്നം ഇതില്ല. BJPന്നല്ല ഞാൻ കുറ്റം പറഞ്ഞത്. BJPക്ക് ഇതിനു മുമ്പ് ക്രൈസ്തവ സഭകൾക്ക് നേരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, മതപരിവർത്തന ബില്ല്, മനസ്സിലായി, OP ത്യാഗിയുടെ ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ല്, അല്ലെങ്കിൽ ഈ ബീഫിൻ്റെ വിഷയം, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം, ഇതെല്ലാം ക്രൈസ്തവ സഭയെ ബാധിക്കുന്നതാണ്. പക്ഷേ അതിലൊക്കെ അവരിതെല്ലാം മുസ്ലിമുകളെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നുള്ള മട്ടിൽ കണ്ണടച്ച് നിൽക്കുകയും അവരിതിലൊന്നും ഭാഗമല്ല, കേരളത്തിൽ കുറേ സ്ഥാപനങ്ങൾ നടത്താം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി മാത്രം നീങ്ങുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇതിന് അവിടെ ചെന്ന് കാണാം, അവർ കണ്ട് ലോയൊക്കെ പറഞ്ഞ് തിരിച്ചു വരും. അതിൽ അവർ ഏറ്റുമുട്ടലിനൊന്നും പോകില്ല. അവരുടെ ബേസിക് സ്വഭാവം ഈ കച്ചവടം നടക്കാമെന്ന് മാത്രമാണ്. വളരെ
രോഷാകുലനായാണ്. ന്യൂനപക്ഷ ഒരു കേന്ദ്രീകരണത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ ആമുഖമായി സൂചിപ്പിക്കുന്നത്. ആ തീവ്രതയിലേക്ക് വരും മുമ്പ് ഇപ്പോൾ ശ്രീ വി വി രാജേഷും ഒപ്പം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ചർച്ചയിലേക്ക് ചേർന്നിട്ടുണ്ട്. ശ്രീ വി വി രാജേഷ്, ഇതിലേക്കൊക്കെ വരും മുമ്പ് ഒരു കാര്യം ചോദിക്കാം. ഇന്നിപ്പോൾ നമ്മുടെ ചെങ്കൽച്ചുളയിലോ മറ്റോ ആണ് രാവിലെ അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചത്. അത് മറ്റൊരു തരത്തിലുള്ള വലിയ പ്രചാരണ സംഭവമായി അത് മാറുകയും ചെയ്തു. ഇത് പക്ഷേ ബീഹാറിലും യു പിയിലും ഒക്കെ വലിയ വാർത്തയാവും. നമ്മുടെ ഇവിടെ ഇതിലൊന്നും ഒരു തരത്തിലുമുള്ള പ്രത്യേകതയുമില്ല. കാരണം ജാതിയും മതവും ഒന്നും നോക്കാതെ നേതാക്കളും സുഹൃത്തുക്കളും എല്ലാം പരസ്പരം വീടുകളിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വരുന്ന നിലയിൽ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. യു പിയിലും ബീഹാറിലും ഒക്കെ ഇത് വലിയ വാർത്തയായി മാറും. എനിക്ക് തോന്നുന്നു ഉണ്ണിത്താന് കുറച്ചുകൂടെ തിരുത്താൻ കഴിയുമായിരിക്കും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് രമേശ് ചെന്നിത്തല 26ാമത്തെ വയസ്സിലോ മറ്റോ ആദ്യ മന്ത്രിയാകുന്നു, ഗ്രാമവികസന മന്ത്രിയായി വരുന്നൊരു കാലത്ത്. അന്നൊക്കെ രമേശൊക്കെ ചെന്നിത്തല കൊണ്ടുവന്നൊരു വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമുണ്ട്. അടുക്കളയിൽ കയറി വോട്ട് പിടിക്കുക, കുട്ടികളെ എടുക്കുക. അത് പിന്നീട് ഒരുപാട് യുവ നേതാക്കൾ കാലങ്ങളോളം ഒരു തന്ത്രമായി കൊണ്ടുനടന്ന അതുമൊക്കെ കേരളത്തിൽ ഔട്ട് ഓഫ് ഫാഷനായി. മാത്രവുമല്ല, ഇതൊക്കെ തന്നെ പ്രമേയമായി ഭൂമിയിലെ രാജാക്കന്മാർ പോലുള്ള സിനിമകൾ വന്നു. ഇന്ന് പൊളിറ്റിക്കൽ സെറ്റയർ പരിപാടികളിലെ വലിയൊരു വിഷയമാണ്. അങ്ങനെ തേഞ്ഞുപോയൊരായുധം അമിത്ഷായെ പോലൊരു നേതാവ് കേരളത്തിൽ വന്ന് പ്രഭാത ഭക്ഷണമൊക്കെ നടത്തി കാട്ടിയാൽ കേരളത്തിനത് വെറും ഒരു പൊളിറ്റിക്കൽ പിക്നിക് മാത്രമാണ് അമിത്ഷാ നടത്തിയത്. യഥാർത്ഥത്തിൽ കേരളത്തെ BJPക്ക് മനസ്സിലാവുന്നുണ്ടോ? ശരത്തെ, എനിക്ക് വളരെ വളരെ രസകരമായിട്ടാണ് താങ്കളുടെ ചോദ്യം തോന്നുന്നത്. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രവർത്തനത്തിന് വന്നിട്ട് ഒരു ബൂത്ത് പ്രസിഡന്റ് വീട്ടിൽ നിന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. അത് വാർത്തയാക്കാൻ വേണ്ടി BJP ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തെ ഒരു ബൂത്ത് സമ്മേളനത്തിന് അദ്ദേഹം പോകുന്നു. അത് വാർത്തയാക്കാൻ വേണ്ടി BJP ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് മാധ്യമങ്ങൾ അതിനെ ശരത്ത് പോയി ചർച്ചയ്ക്ക് വരണം എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ചർച്ചയിൽ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തു. അത് ചർച്ചയിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ, ഞാനല്ലല്ലോ ആ കാര്യം ഇവിടെ പരാമർശിച്ച് പറയുന്നു. ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയുന്നു. അതായത് പരമാവധി പാർട്ടി പ്രവർത്തകർ പാർട്ടി പ്രവർത്തനത്തിൽ പോകുമ്പോൾ പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കണം. പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ അവിടെ താമസിക്കാനോ ശ്രമിക്കണം. ഇത് പണ്ട് ഇടതുപക്ഷ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട്, ജനസംഘ BJP നേതാക്കന്മാരും ചെയ്തിട്ടുണ്ട്. പുതിയ അതായത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ പുതിയതായി ചേർന്നുകൊണ്ടിരിക്കുമല്ലോ. കൂടുതലും BJP ഇപ്പോൾ ആൾക്കാർ ചേർന്നുണ്ട്. അപ്പോൾ ആ തലമുറയിലേക്കും ആ സന്ദേശം നൽകുക എന്നുള്ളതാണ് അമിത്ഷാജി ഇന്ന് നടത്തിയ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാം, വാർത്ത കൊടുക്കാതിരിക്കാം. വാർത്ത കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പങ്കെടുപ്പിച്ച 2-3 പരിപാടികളുണ്ട്. അതിൽ രാജേഷ്, ഞാനത് സാന്ദർഭികമായി ചോദിച്ചുവെങ്കിൽ അതിന്റെ അവസാനം ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തെ യഥാർത്ഥത്തിൽ BJPക്ക് മനസ്സിലായിട്ടുണ്ടോ? കാരണം താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ്, അത് കേരളത്തിൽ വലിയൊരു വാർത്തയൊന്നും ആകുന്നില്ല അതൊന്നും ചെയ്താൽ. ഇതേ സമയം യെദ്യൂരപ്പ കർണാടകത്തിൽ ഇതേ അഭ്യാസം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. അതിൽ നിന്ന് വേറൊരു വാർത്ത കൂടി വന്നു. അവിടെ പോയി ഭക്ഷണം കഴിച്ചുവെങ്കിലും വേറെ ചില ഭക്ഷണങ്ങളാണ് അവിടെ എത്തിച്ചതെന്നുള്ള നിലയിലുള്ള ആക്ഷേപങ്ങളൊക്കെ വാർത്തയിൽ അന്നുണ്ടായിരുന്നു. കേരളത്തിൽ ഏതായാലും അതൊരു വലിയ വാർത്തയായി പോലും കേരളത്തിൽ വരുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു സാമൂഹിക യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ BJP പോകുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം നിങ്ങൾക്ക് ആവേശപൂർവ്വം പകർന്നു തന്നിട്ടാണോ നിങ്ങളുടെ അധ്യക്ഷൻ മടങ്ങിയത്? തീർച്ചയായും. അതല്ലേ ഞങ്ങളൊക്കെ ഇത്രയും വളരെ ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ BJPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വളരെ ആവേശഭരിതമായിട്ടുള്ള ഈ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. ഞാൻ പറയാം, നമുക്ക് ഈ ഭക്ഷണ വിഷയമൊക്കെ അങ്ങ് വിടാം. ഞങ്ങൾ മാധ്യമങ്ങളെ പ്രതീക്ഷിച്ച ഒറ്റ പരിപാടിയാണ്. അത് സുബ്രഹ്മണ്യം ഹാളിൽ ഇന്നലെ നടന്ന ഒരു പരിപാടി. അവിടെയാണ് ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചത്. പിന്നെ എറണാകുളത്ത് നടന്ന ചില പരിപാടികളിലും മതമേലധ്യക്ഷന്മാരെ കണ്ട പരിപാടികളിലുമൊക്കെ തന്നെ മാധ്യമങ്ങളെത്തി, ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു, അവർ എത്തി, അത് വാർത്തയായി. ഇനിയിപ്പോൾ വാർത്തയും ഭക്ഷണമൊക്കെ നമുക്ക് വിടാം. നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ശ്രീ അമിത്ഷാജി 2019 വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്ക് ഈ രാജ്യത്തെ BJP പ്രവർത്തകരെ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതോടൊപ്പം തന്നെ ദീനദയാൽജിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരമാവധി ജനങ്ങളിലേക്ക് ദീനദയാൽജിയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 90 ദിവസം കൊണ്ട് 29 സംസ്ഥാനങ്ങൾ പര്യടനം നടത്തുന്നു. ഇവിടെ നക്സൽ ബാരിയിൽ നിന്നും ആരംഭിച്ചു വെസ്റ്റ് ബംഗാളിൽ, ഒറീസ പൂർത്തിയാക്കി, ലക്ഷദ്വീപ് പൂർത്തിയാക്കി, കേരളത്തിലൂടെ യാത്ര കടന്നു പോകും. അതിന്റെ ഭാഗമായിട്ടാണ് എത്തിയത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതിനെ കോൺഗ്രസ് പാർട്ടി ഏത് വിധത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ UDF ഏത് വിധത്തിലാണ് കാണുന്നത്? ഇന്ന് വളരെ ഗൗരവതരമായ ഒരു വിമർശനം ഉണ്ടായത് ലീഗിന്റെ ഭാഗത്തു നിന്നാണ്. അമിത്ഷാ പോയിടത്തെല്ലാം കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്
KP മജീദ് പറയുന്ന നിലയിൽ രൂക്ഷ വിമർശനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഒരു പരിഗണനയും, ഒരു ദേശീയ നേതാവിന്റെ പരിഗണനയും കൊടുക്കാതെയാണ് CPM കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കണ്ണും നട്ട് BJP മുന്നോട്ട് പോകുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത കടുപ്പിച്ച നിലപാടുമായി CPM പോകുന്നു. പരമ്പരാഗതമായി തന്നെ UDF-ന് സ്വാധീനമുള്ള ന്യൂനപക്ഷ വോട്ടുകളിൽ കൂടുതൽ വിള്ളൽ വീഴാനുള്ള സാഹചര്യം ഉരുത്തിരിയാനിടയുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് കണ്ടതുമാണ്. അത്തരമൊരു കരുതൽ, ആശങ്ക അമിത്ഷായുടെ ഗെയിം പ്ലാനിൽ കോൺഗ്രസിനുണ്ടോ കേരളത്തെ സംബന്ധിച്ച്? അല്ല, ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ച ഒരാൾ ഞാൻ വന്നതിന് ശേഷം ശ്രീ ഫസൽ ഗഫൂറാണ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്, ഒരു പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവുമായിട്ട് ഈ അമിത്ഷായ്ക്കുള്ള ബന്ധം എന്താണെന്നാണ് ഫസൽ ഗഫൂറൂടെ പറഞ്ഞത്. അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്. അപ്പോൾ ആ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് അഖിലേന്ത്യാ പ്രസിഡൻ്റായി വന്ന ഒരാൾ, ആ ഒരാൾ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിസിറ്റ് ചെയ്യുന്നു. കേരളം ഇന്നവർക്കൊരു ബാലി കേറാ മലയാണ്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ BJPയുടെ ഇന്നത്തെ നേതൃത്വത്തിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ അധികാരത്തിൽ വരാനോ പാർലമെൻറ്റിൽ കുറേ സീറ്റുകൾ നേടിയെടുക്കാനോ ആവില്ല എന്നുള്ള യാഥാർത്ഥ്യം ശ്രീ അമിത്ഷാ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിലേക്കും മുസ്ലിം സമൂഹത്തിലേക്കും ദളിത് സമൂഹത്തിലും കടന്നു കയറി അവരെ കൂടി BJPയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ എടുക്കണം. ഇവിടെ ആശാനൊരു അബദ്ധം പറ്റി. ആശാന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ അണികളോട് ഉപദേശിച്ചത് കേരളത്തിലെ മുസ്ലിം, ക്രിസ്ത്യൻ, ദളിത് വിഭാഗങ്ങളെ BJPയിലേക്ക് ആകർഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ സന്ദർശനത്തിൽ പരിപൂർണമായിട്ട് അദ്ദേഹം മുസ്ലിം സമൂഹത്തെ ഒഴിവാക്കി. ഇവിടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അവരെ ഒഴിവാക്കിയത് മനസ്സിലാക്കാം. പക്ഷേ എത്രയോ മുസ്ലിം സമൂഹമുണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അതിലാരെങ്കിലും ഒരാളെ അങ്ങോട്ട് പോയി കാണാനോ അതിലേതെങ്കിലും ചില ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ KPA മജീദ് പ്രകടിപ്പിച്ച ആശങ്ക ലീഗിൻ്റെ ആശങ്കയല്ല. ഈ ചർച്ചയിൽ ശ്രീ രാജീവ് പങ്കെടുക്കുന്നുണ്ട്, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ആശങ്കയാണ് ലീഗ് പങ്കുവെച്ചത്. ആ ആശങ്ക എല്ലാവർക്കുമുണ്ട്. അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ആശങ്കയല്ല. കാരണം ഈ അമിത്ഷാ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം ജാതീയമായ ധ്രുവീകരണം നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ വരവും അദ്ദേഹത്തിൻ്റെ വരവിലൂടെ അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്ന ഗിമ്മിക്കുകളും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ ശരത്ത് പറഞ്ഞല്ലോ, അദ്ദേഹം ഇവിടെ ഒരു കുടിൽ പോയി ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ബൂത്ത് പ്രസിഡന്റ് വീട്ടിൽ പോയി ആഹാരം കഴിച്ചു. കർണാടകത്തിലെ പഴയ മുഖ്യമന്ത്രി പോയി ആഹാരം കഴിച്ച സ്ഥലത്ത് ഫുഡ് കൊണ്ടുവന്നതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ സോപ്പ് കൊടുത്തു വിടുന്നു, പെർഫ്യൂം കൊടുത്തു വിടുന്നു. മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട അധസ്ഥിത വർഗങ്ങളുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ മൂക്കിലേക്ക് അടിക്കാതിരിക്കാൻ സോപ്പും ഇതും കൊടുത്ത് അവരെ വൃത്തിയാക്കിയിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ള വാർത്ത അങ്ങ് അറിഞ്ഞില്ലേ? അപ്പൊ ഞാനിത് പറഞ്ഞത് പുത്തനച്ചി പെരപ്പുറം തൂക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ BJPയുടെ പ്രസിഡന്റായി വന്ന അദ്ദേഹത്തിനൊരു വിഷനുണ്ട്, അദ്ദേഹത്തിനൊരു മിഷനുണ്ട്. പക്ഷേ അത് കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോവില്ല. രാജീവിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം പറയും. അതുപോലെ തന്നെ ഫസൽ ഗഫൂറും പറഞ്ഞ കാര്യങ്ങൾ, രാജേഷിന്റെ ഒരു മറുപടി. ഒന്ന്, എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയൊക്കെ കാണുമ്പോൾ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് എന്താണ് അതിന് നൽകുന്ന ഒരു വിശദീകരണം? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്ന് വന്നുള്ളത്. മറ്റൊന്ന്, അമിത്ഷാ എന്ന രാഷ്ട്രീയ നേതാവിനെ വിശകലനം ചെയ്തുകൊണ്ട് ശൈലിയും ലക്ഷ്യവും തുറന്നു കാട്ടുന്ന നിശിത വിമർശനമാണ് ഡോക്ടർ ഫസൽ ഗഫൂറിൽ നിന്ന് വന്നത്. അത് രണ്ടും കൂട്ടി വായിക്കേണ്ടതാണ്. ഞാൻ മറുപടി പറയാൻ ശരത്തെ. ഒന്ന്, യോഗി ആദിത്യനാഥ് ഒരൊറ്റ വാക്ക് പറഞ്ഞതിലേക്ക് വരാം. 26-ാമത്തെ വയസ്സിൽ MP ആയി, ഇപ്പം 44 വയസ്സായി. അദ്ദേഹം 2.5-3 ലക്ഷം വോട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികജാതി മുസ്ലിം ജനവിഭാഗങ്ങളുടെയും ഒക്കെ വോട്ട് പിടിച്ച് ജയിക്കുന്ന വ്യക്തിയാണ്. യോഗി ആദിത്യനാഥ് ആരാണ് എന്നുള്ളതും അദ്ദേഹത്തിന് ആരുടെയൊക്കെ വിയർപ്പിൻ്റെ ഗന്ധമാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഒക്കെ തന്നെ 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ തെളിയിക്കുകയാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ശരത്ത് ചോദിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതൃത്വത്തെ ഈ യാത്രയിൽ കാണാൻ സാധിച്ചില്ല എന്ന്.
അതായത് 2 ആഴ്ച കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള 40-43 പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, 3 ദിവസം കൊണ്ട് പങ്കെടുക്കുന്ന ഒരു യാത്ര 2 ആഴ്ച കൊണ്ട് പ്ലാൻ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തലത്തിലേക്കും എത്താൻ ഒരിക്കലും സാധിക്കില്ല. ഈ അമിത്ഷാ അദ്ദേഹം ഇനി കേരളത്തിൽ വരാതിരിക്കാൻ പോകുന്നില്ല, അദ്ദേഹം ഇനി കൂടുതൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിൽ തന്നെ ക്ലിമീസ് തിരുമേനിയെയും സൂസപാക്യം തിരുമേനിയെയും എറണാകുളത്തുള്ള മീറ്റിങ്ങിൽ കാണണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ എല്ലാവരും ഒരുമിച്ച്. പക്ഷേ ക്ലിമീസ് തിരുമേനിക്ക് അന്ന് തിരുവനന്തപുരത്തു നിന്നും വിട്ടുനിൽക്കാൻ ഒരിക്കലും സാധിക്കാത്തത് കൊണ്ടാണ് അമിത്ഷാജി പട്ടം അരമനയിൽ നിന്നും പട്ടം പാലസിൽ കാണാമെന്ന് പറഞ്ഞതനുസരിച്ചിട്ട് വേറെ 3 പരിപാടികൾ കട്ട് ചെയ്തിട്ടാണ് 1.5 മണിക്കൂർ സമയം അങ്ങോട്ടേക്ക് ചിലവഴിച്ചത്, അങ്ങോട്ടേക്ക് മാറ്റിവെച്ചത്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ വിസിറ്റിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനി പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ കാണാറുണ്ട്, ആദിവാസി സമൂഹത്തിൽ CK ജാനു പങ്കെടുത്തിരുന്നു, വേറെ ഒരുപാട് പേരെ കാണാറുണ്ട്, ഇസ്ലാമിക സാമുദായിക നേതാക്കന്മാരെ കാണാറുണ്ട്. അങ്ങനെ 2010 സംസ്ഥാനത്ത് UP-യിൽ ഒരു മുസ്ലിമിനെ പോലും ആ വിധാൻസഭയിൽ കയറ്റാത്ത പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വരുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ന്യൂനപക്ഷ വോട്ട് വേണം എന്ന് പറയുകയും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരെ തെരഞ്ഞുപിടിച്ച് കാണാൻ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി 3 പരിപാടി റദ്ദാക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ രോമാഞ്ചത്തോടുകൂടി VV രാജേഷ് പറയുമ്പോൾ അതുപോലെ തന്നെ പരിഗണന ഞങ്ങൾക്ക് ആ വിഭാഗത്തോടില്ല എന്നാണ് തുറന്ന് സമ്മതിക്കുന്നത്. മറ്റേ വിഭാഗത്തോടില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് നിങ്ങൾ. ശരത്ത് എന്തിങ്ങനെയാ ശരത്ത് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഒരു ആങ്കർ അല്ലേ? അതായത് നജ്മ ഹെപ്തുള്ളയും മുക്താർ അബ്ബാസ് നഖ്വിയും പിന്നെ പാർലമെന്റിന്റെയും നിയമസഭാ മന്ദിരങ്ങളുടെയും ഒക്കെ പുറത്താണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ ഇസ്ലാം മതവിശ്വാസി UP-യിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി മന്ത്രിയായിട്ട് ഇന്ന് യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിൽ ഇല്ല എന്ന് ശരത്തിന് പറയാൻ സാധിക്കും. അദ്ദേഹം ഒരാളെ പോലും മത്സരിപ്പിച്ച് ജയിപ്പിക്കാത്ത പാർട്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ഇപ്പൊ എന്നോട് പറഞ്ഞത് അതിനകത്ത് കയറ്റാത്ത പാർട്ടി എന്നല്ലേ? യോഗി ആദിത്യനാഥിന്റെ ക്യാബിനറ്റിലുള്ള യോഗി ആദിത്യനാഥിന്റെ ക്യാബിനറ്റിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മന്ത്രിയുണ്ട് ശരത്ത്. പിന്നെ എന്താണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത്? അല്ലല്ല, ഞാൻ പൂർത്തിയാകട്ടെ ശരത്ത്, കാരണം 3-4 പേര് എനിക്ക് സംസാരിക്കില്ലേ. അത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളെടുത്തു. അതിന്റെ ഉദ്ദേശം എന്നറിയോ? ഷിയാക്കളെയും സുന്നികളെയും തമ്മിൽ അടി കുടിക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. അതായത് അദ്ദേഹം പറയുന്നത് എല്ലായിടവും ഈ തമ്മി തല്ലിക്കുക, ഭിന്നത ഉണ്ടാക്കുക എന്ന മട്ടാണെന്നാണ് ഫസൽ ഗഫൂർ പറഞ്ഞത്. താങ്കൾക്ക് പൂർത്തിയാക്കാം. VV രാജേഷ്. ശരത്തെ, ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ചർച്ചകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഫസൽ ഗഫൂറിന് ജാതിയും ഉപജാതിയും പിരിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള അജണ്ട മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ബിസിനസ് നടക്കുകയുള്ളൂ. അതിനെല്ലാത്തിനും BJP-യുടെ മെക്കിട്ട് കയറേണ്ട ആവശ്യമില്ല ഡോക്ടർ. ഇവിടെ അദ്ദേഹത്തിന്റെ ബിസിനസ് നടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അജണ്ടയുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. ഇവിടെ ജാതിയും ഉപജാതിയും അമിത്ഷാക്ക് അറിയാതെ മാത്രമുള്ള അതിന്റെ അർത്ഥം. VV രാജേഷ് അദ്ദേഹം പറയുന്നതാണ് അമിത്ഷായ്ക്ക് അറിയാവുന്ന അതേ ജാതിയും ഉപജാതിയും അതിൽ സൃഷ്ടിക്കാവുന്ന ഭിന്നതയും ഡോക്ടർ ഫസൽ ഗഫൂറിന് നന്നായി മനസ്സിലാവുന്നുണ്ടെന്നാണ് ഫസൽ ഗഫൂർ പറയുന്നത്. അല്ല, ഡോക്ടർ ഫസൽ ഗഫൂറിന് മനസ്സിലാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോട്ടെ. അതൊക്കെ തന്നെ BJP-യുടെ അക്കൗണ്ടിൽപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കേണ്ട കാര്യമില്ല. BJP ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ BJP പ്രവർത്തനത്തിലുള്ള പാരമ്പര്യം, അവിടുത്തെ ഭിന്നബിലിറ്റി, അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ജയിക്കാൻ വേണ്ടി മാത്രം മുസ്ലിം നാമധാരികളായ സ്ഥാനാർത്ഥികൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല എന്ന് ഞങ്ങൾ തെളിയിച്ചില്ലേ? അവിടെ 70% മുസ്ലിം ജനവിഭാഗം വരുന്ന 32 മണ്ഡലങ്ങളിൽ BJP വിജയിച്ചു. ഡോക്ടർ ഫസൽ ഗഫൂർ അതാണ് VV രാജേഷ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതാണ് നിങ്ങൾ അത് തെളിയിക്കാൻ വേണ്ടി കാട്ടുന്ന വ്യഗ്രതയിൽ സംഭവിക്കുന്ന മറ്റു ചിലത് കൂടിയുണ്ട്. ശ്രീ P രാജീവ്, ഞാൻ UP ആ നിലയിൽ ഉദാഹരിച്ചതാണ് എങ്കിലും VV രാജേഷ് അതിൽ ഉറച്ചു നിൽക്കുന്നതോടെ വളരെ ഗൗരവതരമാവുകയാണത്. നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ അമിത്ഷാ എന്ന നേതാവിനെ ആദ്യം വിശദീകരിച്ചുകൊണ്ടാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. ഇവിടെ ന്യൂനപക്ഷത്തിൽ മുസ്ലിമിനെയും ക്രൈസ്തവനെയും രണ്ടായി തന്നെ കണ്ടുകൊണ്ട് കേരളത്തിൽ മാത്രം യോജിപ്പോടെ നിൽക്കുന്ന ആ ന്യൂനപക്ഷത്തിൽ ഒരു ഭിന്നത, വിള്ളൽ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അമിത്ഷാ നടത്താൻ പോകുന്നത്. ഈ കൂടിക്കാഴ്ചകളുടെ സ്വഭാവവും അതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഇത്തരം മറച്ചുവെക്കലുകൾ ഇല്ലാതെയാണ് കോടിയേരിയും തുറന്നിന്ന് എതിർത്തത്? ന്യൂനപക്ഷങ്ങൾ കരുതിയിരിക്കണം എന്ന നിലയിൽ ഇങ്ങനെ തന്നെ തുറന്ന് നിങ്ങൾക്കും പറയേണ്ടി വരുന്നത് കളിക്കുന്ന ആളുകളുടെ കളിമികവ് മനസ്സിലാക്കിയത് കൊണ്ടാണോ?
അതിലിപ്പോ ശ്രീ അമിത്ഷാ എന്തുകൊണ്ട് മുസ്ലിം നേതാക്കന്മാരെ കാണുന്നില്ല എന്ന ചോദ്യം യഥാർത്ഥത്തിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രവും അമിത്ഷാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സംസ്ഥാനത്തെ ഇടപെടലുകളെയും കുറിച്ച് അറിയാവുന്ന ഏതൊരാളെ സംബന്ധിച്ചും അപ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം മുസ്ലിം വൈരത്തിന്റെ, മുസ്ലിം വിരുദ്ധതയുടെയും ഒരു മുസ്ലിം ഭീതിയുടെയും രാഷ്ട്രീയമാണ് BJP രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീ രാജേഷ് ചൂണ്ടിക്കാണിക്കേണ്ട നഖ്വി ഉണ്ടല്ലോ മന്ത്രിസഭയ്ക്കകത്ത് എന്ന് ചോദിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ലോകസഭയ്ക്കകത്ത് ഒരു മുസ്ലിം MP പോലും ഇല്ലാത്ത ആദ്യത്തെ ലോകസഭയാണ് ഇപ്പോൾ ഉള്ളത്. നഖ്വി രാജ്യസഭയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്കകത്ത്, ലോവർ ഹൗസിനകത്ത്, ലോകസഭയ്ക്കകത്ത് ഒരാൾ പോലുമില്ല. UPയിലാണെങ്കിൽ ഒരാളെ പോലും മത്സരിപ്പിച്ച് ജയിപ്പിച്ചില്ല എന്നല്ല, ഒരാളെ പോലും മത്സരിപ്പിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ശ്രീ രാജേഷ് വ്യക്തമാക്കിക്കൊണ്ട് അത് ഞങ്ങൾ തെളിയിച്ചില്ലേ. അപ്പോൾ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയമാണ് BJP ദേശവ്യാപകമായി ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിലൂടെ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു ഭാഗം വളരെ പ്രസക്തമാണ്. അതിനകത്തും ഇന്ന് ന്യൂനപക്ഷത്തിനകത്തും ഇന്ന് ഒരു വിഭാഗത്തെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബലമായ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ കഴിയുമോ? അത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്തും ഗോവയിലും പ്രയോഗിച്ചതുപോലെയുള്ള ഒരു ന്യൂനപക്ഷ സ്വാധീനം ശക്തിപ്പെടുത്താൻ കഴിയുമോ എന്ന ശ്രമത്തിന് വേണ്ടിയാണ് മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള സംഭാഷണം നടത്തിയിട്ടുള്ളത്. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത പഴയ കേരളമല്ല ഇന്നത്തെ കേരളം. ഏതെങ്കിലും മതമേലധ്യക്ഷന്മാർ അവരുടെ ഏതെങ്കിലും താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കുന്ന നിലപാടിനനുസൃതമായി കൊണ്ടല്ല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അവർ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ കാണുന്നുണ്ട്, BJP സ്വീകരിക്കുന്ന ഓരോ സമീപനവും കാണുന്നുണ്ട്. ആ സമീപനത്തിൽ നിന്ന് തന്നെയായിരിക്കും അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ബോധപൂർവം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നിലമ്പൂർ നമ്മുടെ മുൻപിൽ അനുഭവം ഉണ്ടല്ലോ. കാസർഗോഡ് പള്ളിക്കകത്ത് കയറി അവിടുത്തെ മൗര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിനകത്ത് എന്തിനു വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എന്ന് പ്രതി തന്നെ വെളിപ്പെടുത്തിയ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ കൃത്രിമമായി കൊണ്ട് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, നുണപ്രചാര വേല നടത്തുക, അതുവഴി ബോധപൂർവം കലാപം ഉണ്ടാക്കുക എന്ന ശ്രമം, അതിന് ആളിക്കത്തിക്കാൻ ചില നീക്കങ്ങൾ അമിത്ഷായുടെ സന്ദർശനത്തിന് തുടർച്ചയിൽ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ടാണ് നല്ല ജാഗ്രത ഉണ്ടാകണം എന്ന നിലപാട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീ ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇതിൽ തെളിയുന്നൊരു ചിത്രമുണ്ടോ? കാരണം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഈ പറഞ്ഞ 2-3 തലങ്ങളിലേക്കുള്ളൊരു ന്യൂനപക്ഷ സമീപനം ഉരുത്തിരിഞ്ഞു വരികയാണോ? ഒരു ഭാഗത്ത് തന്ത്രപരമായി ന്യൂനപക്ഷ വോട്ടുകളെ സമാഹരിക്കാൻ വേണ്ടിയുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്തുക, മറുഭാഗത്ത് അശാന്തമായ സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അത്തരം വലിയ ഗൗരവതരമായ ആരോപണമാണ് രാഷ്ട്രീയമായി നിങ്ങൾ BJPക്ക് നേരെ ഉയർത്തുന്നത്, അമിത്ഷാ എന്ന നേതാവിന് നേരെ ഉയർത്തുന്നത്. അങ്ങനെ ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള നല്ല ബോധ്യം ഇപ്പോൾ ഈ മറ്റു രണ്ടാളുകളും സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് തുറന്നു പറയാൻ സന്നദ്ധമാണോ കോൺഗ്രസ് അമിത്ഷാ മടങ്ങുമ്പോൾ? കോൺഗ്രസിന് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ അദ്ദേഹം അങ്ങോട്ട് പോയി കണ്ടു, ചിലരെ വിളിച്ചു വരുത്തി. നമ്മുടെ രാജ്യത്തിനൊരു ആതിഥേയ മര്യാദയുണ്ട്. ശത്രുവും തൻ ഗൃഹേ വന്നാൽ മിത്രമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മിത്രഭാവേന സ്വീകരിക്കണം. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നന്നായിട്ടറിയാം ആരാണ് അവരുടെ ശത്രു. ആ ശത്രു നമ്മുടെ നാടായ കേരളത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ അരമനകളിലേക്ക് വരുമ്പോൾ, അവരെ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായി അവരൊരു ആതിഥേയ മര്യാദ കാണിച്ചു. കേരളത്തിന് ഒരു ഭരണഘടന, ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുത്തിരുന്നത് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. എത്രയോ വർഷക്കാലം അവർ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചു വന്നിരുന്നവരാണ്. ആ സ്വാതന്ത്ര്യം ഇന്ന് അവർക്കുണ്ടോ? അവർക്കിന്ന് ഭയാശങ്കകളാണ്, അവർക്കൊരുപാട് ഭയമാണ് ഈ BJPയെ, അതുപോലെ ഇന്ത്യയുടെ ഭരണാധികാരത്തെ എല്ലാം അവർക്ക് ഭയമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. സ്വാഭാവികമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ വരുമ്പോൾ ആ ആശങ്കകൾ പങ്കുവയ്ക്കാൻ അവർ പോകുന്നതിനൊരു രാഷ്ട്രീയ കാരണമായി നമ്മൾ ഒരിക്കലും കാണേണ്ടതില്ല. മാത്രമല്ല, പഴയ കാലത്തെ പോലല്ല, ഒരുപാട് സാമൂഹ്യ സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആ സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ ഒരിക്കലും അതിൻ്റെ മേധാവികളുടെ ആജ്ഞകളും കൽപ്പനകളും അതേപടി സ്വീകരിച്ചിരുന്ന ഒരു കാലമുണ്ടായി. അക്കാലമൊക്കെ പോയി. ഇപ്പോ അത്തരം സാമൂഹ്യ സംഘടനകളുടെ മേധാവികൾ അടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ആ സമൂഹത്തിന്റെ അനുവാദവും സമ്മതവും ഇല്ലാതെ
ഈ നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ അവർ പോയിട്ടുണ്ടെങ്കിൽ വലിയ പൊട്ടിത്തെറി ആ സമൂഹങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം അവർക്ക് ചില വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അവർക്ക് ചില ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പിന്നെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ആളുകളെ പോയി കണ്ടിട്ട് എന്താ പ്രയോജനം? ഒരിക്കലും അത്തരം ഒരു പ്രയോജനമില്ല. ഇപ്പൊ തന്നെ നമുക്ക് എടുക്കാം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവരുടെ ആതുരാലയങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനൊക്കെ നേരെ ഉയർന്നിരിക്കുന്ന വെല്ലുവിളികൾ, ഭീഷണികൾ ഒക്കെ പോട്ട് കേരളത്തിലേക്ക് വന്നാൽ നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഇപ്പൊ കസ്തൂരംഗൻ റിപ്പോർട്ടുണ്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ടുണ്ട്. മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഭയാശങ്കകൾ ഒരുപാടുണ്ട്. മാത്രമല്ല റബ്ബർ ഒരു പ്രത്യേക പ്രദേശത്താണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ റബ്ബർ ബോർഡിന്റെ ഒരു കമ്മിറ്റി പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ റബ്ബറുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി, അതുമൂലം റബ്ബർ കർഷകർ അനുഭവിക്കുന്ന യാതനകൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹങ്ങൾക്കിടയിലുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റിനെ കാണാൻ അവർ പോയി ഇതൊക്കെ പങ്കുവെക്കാനായിരിക്കാം. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം. അതേസമയം ശ്രീ അമിത്ഷായ്ക്ക് ഒരു ഹിഡൻ അജണ്ട എന്നുള്ള കാര്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. രാജേഷ്, അതാണ് ഈ ചർച്ചയിലടക്കം തെളിയുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം. അതിനാണ് നിങ്ങളുടെ ആവർത്തിച്ചുള്ള വിശദീകരണം വേണ്ടി വരുന്നത്. ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഒരു ദ്വിമുഖ തന്ത്രം നിങ്ങൾക്ക് കേരളത്തിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ് അമിത്ഷായുടെ വരവോടുകൂടി കൂടുതൽ വെളിവാകുന്നത്. ഒരു രണ്ടുതരം സമീപനമുണ്ട്. അല്ല, ഞങ്ങൾക്ക് ഒളിച്ചു വയ്ക്കപ്പെട്ട ഞങ്ങൾക്ക് അജണ്ടകളുണ്ട്. പക്ഷേ ഒളിച്ചു വയ്ക്കപ്പെട്ട അജണ്ടകളില്ല, ഒളിച്ചു വയ്ക്കപ്പെട്ട അജണ്ടകളുടെ ആവശ്യവുമില്ല. കാരണം BJP എല്ലാ സംസ്ഥാനങ്ങളിലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം മുമ്പ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ അവതരിപ്പിച്ചത്. ഈ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചില്ലേ? ഞാനിപ്പോൾ പറയുന്നു, 2019 ഭിന്നമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ആണ് കേരളം. ആ കേരളത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ട് സമാഹരണത്തിൽ കൃത്യമായ തന്ത്രങ്ങളുണ്ട്. അതിലേക്കാണ് രാജേഷിന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത്. എൻ്റെ ശരത്തെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന P. രാജീവിന്റെ പാർട്ടി 3ാം സ്ഥാനത്താണ് തിരുവനന്തപുരത്ത്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂരിലൂടെ ജയിച്ചത്. അതും LDF 3ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് UDF വോട്ട് ചെയ്തിട്ട്. ഞങ്ങളാണ് ഇവിടെ 2ാം സ്ഥാനത്ത്. വേറൊരു കാര്യം, അദ്ദേഹം മുസ്ലിം MP-മാരെ കുറിച്ച് പറഞ്ഞു പാർലമെന്റിലെ. സയ്യദ് ഷാനവാസ് ഹുസൈൻ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ആളാണല്ലോ. അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ 27ാമത്തെ വയസ്സിൽ ബീഹാറിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് പാർലമെന്റിൽ വന്ന് 27ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിയാക്കി. മോദിയുടെ ഭരണത്തിൽ തോറ്റുപോയി. മോദിയുടെ ഭരണത്തിൽ ആരെന്നുള്ളതാണ് ചോദ്യം. വാജ്പേയി മോദി താരതമ്യത്തിൽ പോലും കാര്യമില്ല. മോദിയുടെ ഈ പാർലമെന്റിനെ കുറിച്ച് 2014 തന്നെയാണ് ഷാനവാസ് ഹുസൈൻ മത്സരിച്ചു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു പോയി. നിരവധി മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പാർലമെന്റിൽ, പലരും പരാജയപ്പെട്ടു പോയി. നിങ്ങൾ മത്സരിപ്പിച്ചത് പോലുമില്ല സർ. അതാണ് മുമ്പേ സ്ട്രെസ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. അങ്ങനെയുള്ള പാർട്ടിക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളം നിങ്ങൾക്ക് ഒരു ബാലികേറ മലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UP-യിൽ 100-ൽ 100 വിജയമുണ്ടെങ്കിലും കേരളം നിങ്ങൾക്ക് കിട്ടാക്കനിയായതുകൊണ്ട് തന്നെ താല്പര്യം കൂടും. ആ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വേണം. അസമിൽ അടക്കം നിങ്ങൾക്കത് വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായി വലിയ കാര്യം തന്നെയാണ്. പക്ഷേ കേരളത്തിൽ അതിന് നിങ്ങൾക്ക് 2 തരം തന്ത്രങ്ങളുണ്ട് എന്നാണ് ഇവരുടെ വിമർശനം. അതിന് മറുപടി ഉണ്ടോ? അല്ല, ഈ 3-4 പേര് പറയണതിന്റെ കൂടെ ശരത്തും കൂടെ ആക്രമണോത്സവയോടെ കേന്ദ്രീകരിച്ചതാണ്. ചോദ്യത്തെ ഒന്ന് കേന്ദ്രീകരിച്ചതാണ് രാജേഷിലേക്ക്. ആ കേന്ദ്രീകരിക്കുമ്പോഴേക്കും എനിക്ക് പറയാനുള്ള സമയം നഷ്ടപ്പെടും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ചർച്ച കാണുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടോ BJPക്ക് കേരളത്തിൽ വോട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർ മാത്രമാണെന്ന്? എൻ്റെ ശരത്തെ, നേമത്ത് രാജഗോപാലിന് വോട്ട് ചെയ്തിരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ 100 കണക്കിനുണ്ട്, 1000 കണക്കിനുണ്ട്. ശരത്ത് പരിശോധിച്ചോ? ആ കമലേശ്വരം ഭാഗത്തൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന വാർഡുകളിൽ, ബൂത്തുകളിൽ BJP ലീഡ് ചെയ്തു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരുപാട് വാർഡുകൾ, തിരുമലയൊക്കെ ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരുപാട് വീടുകളിൽ പോയി. അവിടെയൊക്കെ തന്നെ BJP വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ 2ാം സ്ഥാനത്തിൽ വന്ന മണ്ഡലം. അവിടെ ഒന്നും നിൽക്കാനല്ലോ നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു വിജയമോ നേമത്തെ വിജയമോ അല്ല. നിങ്ങൾ ഈ ശതമാനത്തിന്റെ കണക്കും പറഞ്ഞുകൊണ്ട് ഇനി വരണ്ട എന്ന നിലയിൽ നിങ്ങൾ നേതാക്കളെ വരട്ടി തന്നെയാണ് അമിത്ഷാ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് വിജയം കൂടിയേ തീരൂ. നിങ്ങൾ ഈ നേമത്തെ ഒരു വിജയത്തിന്റെയും ഏതെങ്കിലും കോർപ്പറേഷനിലെ 2 വാർഡിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഡൽഹിക്ക് ചെല്ലാനും കഴിയില്ല. അങ്ങനെ കേരളത്തിൽ വളരണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ 2019 ഏറ്റവും അധികം വോട്ടും ഏറ്റവും അധികം സീറ്റ് നേടുന്ന ഒരു പാർട്ടിയാകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി
ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ആ തന്ത്രത്തെയാണ് ഈ നേതാക്കൾ വിമർശിച്ചത്. അല്ല, ഈ ചർച്ചയിൽ ശരത്തിനൊരു മുൻധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു എന്ന് അവർ ജീവിക്കുന്ന ആ ബൂത്തുകൾ ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോഴേക്കും താങ്കൾ പറയുന്നു ഒരു സ്ഥലത്തെ ഉദാഹരണം പറഞ്ഞാൽ പോരാ, വേറെന്തെങ്കിലും പറയണമെന്ന്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. രാജേഷ് മനസ്സിലാകാത്തതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാവിയിലേക്കുള്ള നിങ്ങളുടെ തന്ത്രത്തെയാണ് ഇവർ സംശയിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നേമത്തെ വിജയമോ നേമത്ത് നേടിയ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളല്ല. കേരളം ഒട്ടാകെ നിങ്ങളൊരു വളരെ കോൺക്രീറ്റ് ആയ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാൻ പോകുന്നു. അതിനെയാണ് ഇവർ സംശയത്തോടെ വിമർശിച്ചത് മറ്റുള്ളവർ. ലാസ്റ്റ് ചാൻസ്. യു ആർ കറക്റ്റ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഞങ്ങൾ വളരെ വലിയൊരു സ്ട്രാറ്റജിയിലേക്ക് കേരളത്തിൽ പോകാൻ പോവുകയാണ്. ഞങ്ങൾക്ക് അജണ്ടകളുണ്ട്. ഞങ്ങൾക്ക് മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് അജണ്ടകളുണ്ട്. ഞങ്ങൾക്ക് ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കൂടുതൽ പ്രവർത്തിക്കാൻ അജണ്ടകളുണ്ട്. പട്ടികജാതി ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കാൻ അജണ്ടകളുണ്ട്. ഞങ്ങൾക്ക് ഈഴവ സമുദായത്തിൻ്റെ ഇടയിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിന്റെ അടിത്തറ ഒരു കാലഘട്ടത്തിലായിരുന്ന ഈഴവ വോട്ട് ബാങ്കിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട ഞങ്ങൾ നടപ്പിലാക്കി. രാജേഷ് പറഞ്ഞു മനസ്സിലായി. ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ് ഫസൽ ഗഫൂറിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന ഒരു സ്വാഭാവിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വോട്ട് സമാഹരണത്തിന്റെ തന്ത്രങ്ങളാണ് അമിത്ഷാ വന്നിവിടെ തയ്യാറാക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. വരാം അദ്ദേഹം കൂടി പറഞ്ഞതിന് ശേഷം പൂർത്തിയാക്കാൻ എനിക്ക് അവസരം തരൂ. തരാം, ഉറപ്പായും തരാം. ഡോക്ടർ ഫസൽ ഗഫൂർ. ഒരു മിനിറ്റ് ശരത്തെ അല്ല കേക്ക്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം മാത്രം നടത്തണുള്ളൂ. ഞാനൊരു രാഷ്ട്രീയ കക്ഷിയിൽ മെമ്പറോ അല്ല, ഒന്നുമല്ല. ആദ്യം തന്നെ രാജേഷ് പറഞ്ഞു ഞാൻ ജാതിയും മതവും പറയുന്നത്. പക്ഷെ ഇപ്പം മൂപ്പർ പറഞ്ഞെന്താ വെച്ചാൽ ഞങ്ങൾക്ക് അജണ്ടയുണ്ട് ദളിതുകളുടെ ഇടയിൽ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അജണ്ടയുണ്ട് മുസ്ലിമുകളുടെ ഇടയിൽ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അജണ്ടയുണ്ട് മറ്റേ ഇഴവരുടെ ഇടയിൽ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അജണ്ടയുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഇത് രാജേഷിന്റെ തന്നെ വാക്കുകളാണ്. അപ്പൊ ദാറ്റ് മീൻസ് യു ഹാവ് എ ഡിവിസീവ് അജണ്ട ഇൻ യുവർ മൈൻഡ്. And you have brought Amit Shah here to create that divisive agenda among the Malayalis of Malayalis. That is not going to work. That is not going to work, Rajesh. It is not going to work. നിങ്ങളുടെ വാക്കുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഞങ്ങളുടെ അല്ലല്ല, ഞാൻ ഡിവിസീവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചോ? താങ്കളാണ് പട്ടികജാതി ആദിവാസി അദ്ദേഹം പറയുന്നത് ജനാധിപത്യപരമായി ഈ ജനസമൂഹങ്ങൾക്കിടയിൽ ഈ പറയുന്ന വിവിധ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു അജണ്ട ഉണ്ടെന്നാണ് രാജേഷ് ആവർത്തിക്കുന്നത്. ആ അജണ്ടയിലല്ല ജാനുവിനെയും ജാനുവിന്റെ രാഷ്ട്രീയ പാർട്ടിയെയും ഞങ്ങളുടെ മുന്നണിയിൽ കൊണ്ടുവന്നത്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് PC തോമസ്. ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ, ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഈ രാഷ്ട്രീയമാണോ BJP ലക്ഷ്യം വെക്കാൻ പോകുന്നത്? പുറമേക്ക് പറയുന്ന ഈ രാഷ്ട്രീയമാണോ ലക്ഷ്യം വെക്കാൻ പോകുന്നത്? അവിടെയാണ് ചോദ്യവും പ്രശ്നവും നിൽക്കുന്നത്. ഞാൻ പറയാം അതിന് മറുപടി പറയാം. അതായത് ഈ അടുത്ത് മുക്താർ അബ്ബാസ് നഖ്വിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. 100 മുസ്ലിം സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്താൻ പോകുന്നു വടക്കേ ഇന്ത്യയിൽ. അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുസ്ലിമുകളുടെ ഇടയിൽ വടക്കേ ഇന്ത്യയിൽ ചേരിതിരിവുണ്ട്. പിന്നോക്ക മുസ്ലിമും മുന്നോക്ക മുസ്ലിമായിട്ട്. ഇതൊക്കെ ഞാൻ ജാതി പറയണല്ല, ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന. ആ മുസ്ലിമുകളുടെ ഇടയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത് ഒരിക്കൽ ബീഹാറിൽ നടപ്പാക്കിയതാണ്. നിതീഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ പിന്നോക്ക മുസ്ലിമുകളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് BJP അധികാരത്തിൽ സുശീൽ കുമാർ മോഡിയൊക്കെ കേട്. അതേമാതിരി തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് വടക്കേ ഇന്ത്യയിൽ രണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ 100 സമ്മേളനം നടത്തുന്നു. അതേമാതിരി തന്നെ ഷിയാക്കളെ പ്രീണിപ്പിക്കുക വഴി കേരളത്തിലേക്ക് വരും. കേരളത്തിൽ എന്താണ് ആ പറഞ്ഞ അതേ വാദഗതി അതുപോലെ പ്രാവർത്തികമാകില്ല കേരളത്തിൽ. ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേന് വർഗീയമായിട്ട് എങ്ങനെ ഡോക്ടർ ഫസൽ ഗഫൂർ താങ്കൾ പറയുന്ന വാദം അതേപടി കേരളത്തിൽ ചെലവാകില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഓൾറെഡി അതൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ജാതി മത പോരാട്ടമില്ല. ആ ജാതി മത പോരാട്ടം കേരളത്തിൽ ഇല്ല. കേരളത്തിൽ അത് ചെലവാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ജാതി മത പോരാട്ടങ്ങളൊക്കെ അമിത്ഷാ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താൽ ഒരു വിവരവും ഇല്ലാത്ത ഒരാൾ ആ വർഗീയ ലഹളയുടെ കാലഘട്ടത്തിൽ മന്ത്രിയായിട്ട് അവിടെ ഗോത്ര വധത്തിന് കൂട്ടുനിന്നിട്ടുള്ള ആ അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് ഇത് ചെലവാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെലവാവില്ല. മുസ്ലിം ലീഗിന് നിഗമനം വരെ തെറ്റാണ്. കേരളത്തിൽ ഒരു കലാപം ഉണ്ടാവാൻ പോകുന്നില്ല. കേരളത്തിൽ ഉത്ബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇത് ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ ഇന്നത്തെ ദിവസം തന്നെ തിരസ്കരിച്ചിരിക്കുന്നു. ശ്രീ രാജീവ്, എന്താണ് അഭിപ്രായം ഇക്കാര്യത്തിൽ? അമിത്ഷായുടെ
പ്ലാൻ, അതിന്റെ സാധ്യത കേരളത്തിൽ ഇപ്പോൾ അത് ഞാൻ ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ ദ്വിമുഖ തന്ത്രമുണ്ട് എന്ന് രാജീവ് നേരത്തെ പറഞ്ഞു, ശ്രീ ഉണ്ണിത്താനും പറഞ്ഞു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കേരളം പോലൊരു സംസ്ഥാനത്ത് കേരളം പോലെ സംസ്ഥാനത്ത് അതൊന്നും നടപ്പിലാകാൻ പോകില്ല. ഞാൻ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, അതൊരു മലർപ്പൊടിക്കാരുടെ സ്വപ്നമായിരിക്കും. കേരളത്തിൽ അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ, അധികാരത്തിൽ വരാൻ, കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്ന് BJP എത്ര ആഗ്രഹിച്ചാലും അത് നടക്കുന്ന ഒരു അനുഭവം കേരളത്തിനില്ല, ചരിത്രം കേരളത്തിനില്ല, വർത്തമാനകാല യാഥാർത്ഥ്യവും അത് ചേർന്ന് നിൽക്കുന്നതല്ല. കേരളത്തിൽ ഇത്തരം ചിന്തകൾക്കെതിരെ ഇപ്പോൾ മലപ്പുറം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അന്ന് വലിയൊരു തോതിൽ തന്നെ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഹിന്ദു വോട്ടുകളാകെ സമാഹരിക്കാനായിട്ടുള്ള ശ്രമം BJP നടത്തിയല്ലോ. ആ ശ്രമത്തിന്റെ അനുഭവം എന്തായിരുന്നു, അതിന്റെ ഫലം എന്തായിരുന്നു? അപ്പൊ അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNDP കൂടെ നിർത്തി, നേരത്തെ ഇവിടെ രാജേഷ് ചൂണ്ടിക്കാട്ടി, ആ ശ്രമം ഞങ്ങൾ നടത്തി. ആ ശ്രമത്തിൽ കൂടിയിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ്? അവരെവിടെ നിൽക്കുന്നു? അവരുടെ ജീവിതാനുഭവം അവരെന്ത് പഠിപ്പിക്കുന്നു? ഇത് മറ്റുള്ളവരും കണ്ടുപിടിക്കുകയാണല്ലോ. ഇവരുടെ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കരുവേപ്പില പോലെ പുറത്തേക്ക് എടുത്ത് കളയും എന്ന അനുഭവം ഉള്ള ഈ കേരളത്തിനകത്ത് ആരിവരുടെ കൂടെ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അമിത്ഷാ എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ഈ ചുരുങ്ങിയ, നേരത്തെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ സങ്കുചിതമായ ആ രാഷ്ട്രീയ ചിന്തയിൽ നിന്നുള്ള പ്രയോഗങ്ങൾ എടുത്താലും അതൊന്നും കേരളത്തിനകത്ത് ചെലവാകാൻ പോകില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഏതായാലും ശ്രീ ഉണ്ണിത്താൻ, ഒരു കാര്യം ഇക്കാര്യത്തിൽ ഒരു ഇടവേളയിലേക്ക് പോകും മുമ്പ്, അതായത് ഇപ്പോൾ ഗുജറാത്ത് രീതിയൊക്കെ അതേപടി കേരളത്തിലേക്ക് അങ്ങ് ആവർത്തിച്ച് കളയാമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പലതുകൊണ്ടും പല കാലത്തും കേരളം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ അമിത്ഷാ പറഞ്ഞാലും ഈ കാര്യവിവരമുള്ള നേതാക്കൾ അവർ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ഘടനയും സാഹചര്യവും വിശദീകരിക്കില്ലേ? അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ ധരിക്കുന്നതിലും ഒരു മണ്ടത്തരമില്ലേ? കേരളത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ തന്ത്രം രൂപപ്പെടുത്താൻ ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വ്യത്യസ്തമായി BJPക്ക് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ കഴിഞ്ഞുകൂടെ? അത്തരമൊരു ബുദ്ധി കൗശലം അമിത്ഷായിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അന്ന് നമ്മൾ അന്തം വിട്ടു നിൽക്കാം, അമ്പരന്ന് നിൽക്കാം എന്നാണോ ശ്രീ ഉണ്ണിത്താൻ കരുതുന്നത്? അല്ല, ഇതിനകത്ത് നമ്മൾ പഴയ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീ വാജ്പേയി ഇരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വളരെ വിഭിന്നവും വ്യത്യസ്തവുമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. വാജ്പേയി അല്ല ശ്രീ നരേന്ദ്രമോദി. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ അധികാരത്തിലെത്താൻ സംഘപരിവാർ സംഘടനകൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഭരണാധികാരത്തിൽ കൈകടത്താനോ തീരുമാനങ്ങൾ എടുക്കാനോ ഒരിക്കലും സംഘപരിവാർ ശക്തികളെ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. ഇന്ത്യയുടെ പഴയ പ്രധാനമന്ത്രി അനുവദിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് RSSും സംഘപരിവാർ ശക്തികളുമാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ ഭരണാധികാരം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇവരുടെ ഓപ്പറേഷനുകൾ കൊണ്ടിരിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ഭയാശങ്ക കേരളത്തിൽ ചെലവാകാത്തതിന്റെ കാരണം ഇവിടെ അതിശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകളുണ്ട്. ആ രാഷ്ട്രീയ സംഘടനകൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശക്തമായതുകൊണ്ടാണ് ഒരിക്കലും അവർ ഈ അമിത്ഷാ ഉദ്ദേശിക്കുന്ന ഒരു ഓപ്പറേഷനും കേരളത്തിൽ ചിലവാകാൻ പോകുന്നില്ല. അത് ചിലവാകാനാകാത്തതിന്റെ കാരണം കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സാണ്. ആ മനസ്സ് ഇതുവരെ അമിത്ഷായ്ക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഗിമ്മിക്സുമായി ഈ കേരളത്തിൽ വന്ന് 3 ദിവസം പാഴാക്കി കളഞ്ഞത്. രാജേഷ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. നേരത്തെ രാജീവ് ചോദിച്ചല്ലോ, നിങ്ങളുടെ കൂടെ ആര് കൂടും? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJSനെ കൂട്ടി ഹിന്ദു വോട്ട് സമാഹരണം അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന്റെ വലിയ നേട്ടം യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്കും CPM-നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ മറുഭാഗത്ത് കോൺഗ്രസിന് പോകുന്നത് പോലെ തന്നെ കിട്ടുന്ന സാഹചര്യം. പുതിയ സാഹചര്യത്തിൽ ആര് നിങ്ങൾക്കൊപ്പം കൂടും എന്നൊരു വലിയ ചോദ്യം, വലിയ വെല്ലുവിളി ഇപ്പോഴും ഉത്തരമില്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. രാജേഷ്, ശരത്തെ, ശ്രീ P. രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആണെങ്കിലും കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം അറിയാതിരിക്കാൻ വഴിയില്ല. അദ്ദേഹം ചോദിച്ചു, BJPയോടൊപ്പം കൂടിയവരൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, അവരുടെ അവസ്ഥ എന്തായി? അവരൊക്കെ തന്നെ അവിടെ തന്നെ ഉണ്ട്. BDJS എവിടെയാണ് പോയത്? അവരവിടെ ഉണ്ട്. CK ജാനു എവിടെയാണ് പോയത്? അവിടെ ഉണ്ട്. PC തോമസ് എവിടെയാണ് പോയത്? അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അറിയാതെ അല്ലല്ലോ അങ്ങ് സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കേരളത്തിൽ 60-65 വർഷം പഴക്കമുള്ള LDF, UDF മഹാമേരുക്കളായ മുന്നണികളുടെ അത്രയും വളർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ഞങ്ങൾ ചെറിയ മുന്നണിയാണ്, 1-2 വർഷം പ്രായമായ മുന്നണി മാത്രമാണ്. ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ചുള്ള പോരായ്മകൾ ഞങ്ങൾക്കുണ്ട്. അത് തരണം ചെയ്യാനുള്ള മാനസിക ശേഷി ഞങ്ങൾക്കുണ്ട്. പക്ഷേ 2019 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, 2021 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്
അതിലൊന്നും തന്നെ BJP എങ്ങും ജയിക്കാൻ പോകുന്നില്ല എന്ന് വിധി എഴുതാൻ വേണ്ടി ഒരു 2-3 പേര് രാത്രി 9 മണിക്ക് കൂടി ചാനലിന് മുമ്പേ ഇരുന്ന് ജ്യോത്സ്യം പറഞ്ഞാൽ പിന്നെ ഞങ്ങളാരും പ്രവർത്തിക്കണ്ടല്ലോ. ഇവരൊക്കെ ആരാ? ജ്യോതിഷികളാണോ ഇതൊക്കെ പ്രവചിക്കാൻ? ശരത്തെ, ഗുജറാത്തിലെ തന്ത്രം ഇവിടെ വിലപ്പോവില്ല എന്നല്ലാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനത് സമ്മതിക്കുക. കാരണം ഗുജറാത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. ഗുജറാത്തിൽ നടപ്പിലാക്കുന്ന പ്രവർത്തന പദ്ധതി മണിപ്പൂരിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല, ജമ്മു കാശ്മീരിൽ സാധിക്കില്ല, ബീഹാറിൽ സാധിക്കില്ല. അപ്പോൾ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ സംസ്ഥാനത്തിലെയും സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകൾ അനുസരിച്ച് അവിടെയുള്ള പ്രവർത്തന പദ്ധതിയിൽ മാറ്റം അതിൽ എത്രമാത്രം BJPക്ക് വിജയിക്കാനാകും എന്നതാണ് കാതലായ ചോദ്യം. അതിൽ നിങ്ങളുടെ മുന്നണിയെ എത്രമാത്രം വിപുലീകരിക്കാനാകും എന്ന മറ്റൊരു ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി, ആ BJPയെ പ്രതിരോധിക്കാൻ ഇരു മുന്നണികളും തമ്മിൽ മത്സരിച്ചാൽ സ്ഥിതി എന്താകും? പ്രൈം ഡിബേറ്റ് അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJPയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നതിലെ കോൺഗ്രസിന്റെ കേരളത്തിനകത്തെ പ്രസക്തിയും സ്ഥാനവും എവിടെയാണ്? മുൻപുണ്ടായിരുന്നതിനേക്കാൾ ന്യൂനപക്ഷ ആഭിമുഖ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇടതുപക്ഷത്തോടും വിശേഷിച്ച് CPM-നോടും ആഭിമുഖ്യം വർദ്ധിച്ച ഒരു കാലം വല്ലാത്തൊരു വെല്ലുവിളി അവരെ അടക്കം ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇനിയും കൂടുതൽ ശക്തമായി കാട്ടേണ്ടതില്ലേ? തീർച്ചയായിട്ടും ശരത്ത് പറഞ്ഞ അക്ഷരം പരി ശരിയാണ്. കഴിഞ്ഞ കാലത്തെ പോലല്ല, കുറേ കൂടി തീവ്രമായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവം തന്നെ ഉണ്ടാകണം. ആ മനോഭാവം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇതൊരു വലിയ വിപത്താണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതാത്മകമായ സമൂഹത്തെ അട്ടിമറിക്കാൻ ബോധപൂർവം ശ്രമിക്കുകയും ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശക്തികളുടെ കയ്യിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ വേണം, ശക്തമായ പ്രവർത്തനം വേണം. ആ കൂട്ടായ്മയെയും പ്രവർത്തനത്തെക്കുറിച്ചാണ് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആരെയൊക്കെ കൂട്ടാമോ അവരെയെല്ലാം ഒരു പൊതു ശത്രുവിനെ നേരിടാൻ കൊച്ചു ശത്രുക്കൾ ഒരുമിക്കണം എന്നൊരു ചൊല്ലുണ്ട്. ആ ചൊല്ല് അന്വർത്ഥമാക്കത്തക്ക രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലും കേരളത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ശ്രീ രാജീവ്, ഇക്കാര്യത്തിൽ കേരളത്തെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു ദേശീയ കാഴ്ചപ്പാടാണ് CPM-ന് ഉള്ളത് എന്ന് കരുതേണ്ടി വരും. കേരളത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായൊരു നിലപാട് കേരളത്തിൽ CPM-ന് സ്വീകരിക്കേണ്ടതായി വരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാധ്യത രൂപപ്പെടുന്നു. നമ്മൾ ഈ ന്യൂനപക്ഷ വോട്ട് സമാഹരണത്തിലാണ് അമിത്ഷായുടെ കണ്ണെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ BJP-യുടെ കണ്ണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്തരം ഒരു വലിയ ചർച്ച രൂപപ്പെടുത്തുന്നതോടുകൂടി ഹിന്ദു വോട്ടുകളിൽ കൂടുതലായി ധ്രുവീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും ആ പാർട്ടിക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന്റെ സാധ്യതകളിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ BJP-ക്കും ഗുണകരമായി മാറില്ലേ? അതും അവർ കാണുന്നുണ്ടാവില്ലേ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ അടക്കം? അല്ല, ഹിന്ദു എന്ന് പറയുന്ന രൂപത്തിൽ വോട്ടിന്റെ ഏകീകരണം, ക്രിസ്ത്യൻ എന്ന് പറയുന്ന രൂപത്തിൽ വോട്ടിന്റെ ഏകീകരണം അങ്ങനെ വരുമെന്നുള്ള കണക്കൂട്ടുകളൊന്നും ചെലവായി പോയെന്ന് വരില്ല. ഒരു കാര്യം ഇവിടെ കാണേണ്ടത്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് BJPയെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇവിടെ ശ്രീ അമിത്ഷാ പറഞ്ഞത് മണിപ്പൂർ മോഡൽ എന്നാണ്. എന്താ മണിപ്പൂർ മോഡൽ? മണിപ്പൂരിൽ കോൺഗ്രസിന്റെ നേതാവായി 2003 മുതൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് വരെ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ മന്ത്രിസഭയ്ക്കകത്ത് പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി, അദ്ദേഹമാണ് ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ യു പിയിൽ അവിടുത്തെ PCC പ്രസിഡന്റാണ് ഇപ്പോൾ മന്ത്രിസഭയ്ക്കകത്തിരിക്കുന്നത്. അപ്പോൾ പലയിടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാർ BJPയിലേക്ക് ഒഴുകുന്ന ചിത്രമുണ്ട്. ആ മോഡൽ കേരളത്തിൽ, അതാണ് ഒരിക്കൽ ശ്രീ ഹസൻ തന്നെ പറഞ്ഞല്ലോ, അത് ഇന്നയാളല്ല, അദ്ദേഹത്തിന്റെ തലയിലില്ല എന്ന മട്ടിൽ ഒരു പ്രതികരണം സമീപകാലത്തുണ്ടായല്ലോ. അത്തരം ചില ശ്രമങ്ങളും കേരളത്തിന് നടത്തുന്നുണ്ട്. BJPയെ പ്രതിരോധിക്കുമ്പോൾ നിലപാട് സ്വീകരിക്കാൻ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് കോൺഗ്രസിന്റെ ദൗർബല്യവും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് BJP വളർന്നു വന്ന സാഹചര്യം ഉണ്ടായത്. ആ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് കേരളത്തിലും ദേശീയ തലത്തിലും ഒരേ നിലപാട് തന്നെയാണ്. ഇവിടെ രാജേഷ്, ഒരു കാര്യം, അതായത് ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൈസ്തവ സമൂഹത്തിൽ ആ മത മേലധ്യക്ഷന്മാരിലൊക്കെ BJPയെ കുറിച്ച് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് രൂപപ്പെട്ടിരിക്കുന്നു. ആ മേഖലയിൽ കൂടുതൽ മുന്നോട്ട് പോകാനാകും എന്ന ആത്മവിശ്വാസമോ പ്രതീക്ഷയോ പതിവിന് വിപരീതമായി ഉണ്ടോ? കാരണം മുന്നണി വിപുലീകരണം ആ മേഖലയിൽ നടന്നില്ല. മാണിയുമായി കാര്യമായ ഒന്നും ചർച്ചയുണ്ടായിട്ടില്ല എന്ന് അമിത്ഷാ തന്നെ പറയേണ്ടി വന്നിട്ടുമുണ്ട്. മതമേലധ്യക്ഷന്മാരുടെ മനോഭാവം നിങ്ങളോടുള്ളത് വലിയ മാറ്റമുണ്ടോ? പ്രതീക്ഷ നൽകുന്ന വിധത്തിലുണ്ടോ? ശരത്തെ, മതമേലധ്യക്ഷന്മാർക്ക് ഞങ്ങളോടുള്ള മനോഭാവത്തിൽ മുൻപും യാതൊരു ബുദ്ധിമുട്ടോ കുഴപ്പമോ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അവരുടെ കാഴ്ചപ്പാടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടേതല്ല. രാജ്യം, ഞാൻ പൂർത്തിയാക്കാം.
രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരുമ്പോഴേക്കും പരമാവധി ആൾക്കാരെ കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അതിന് സഭാ മേലധ്യക്ഷന്മാർക്ക് സമയമുണ്ടായിരുന്നു. അവർക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുന്നു. തിരിച്ച് പാർട്ടിക്കും ഗവൺമെൻറ്റും എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രമിക്കാമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. ഇങ്ങനെ കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് ഇടങ്ങിച്ചെന്ന് അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അത് മതമേലധ്യക്ഷന്മാരെ കണ്ട കാര്യമായാലും ഇന്ന് ഇവിടെ രാജാജി നഗർ കോളനിയിൽ പോയ കാര്യമായാലും ഞങ്ങൾക്ക് വൻ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടുന്നു എന്നാ പറഞ്ഞത്. മൂർച്ച കൂട്ടട്ടെ. രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടാൻ സാധിക്കുമോ അദ്ദേഹം 10 വർഷം കൊണ്ട് കൂട്ടയല്ലേ, പ്രതിപക്ഷം വരട്ടെ. എന്നാലേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണാനും ആവേശം ഉണ്ടാവുകയുള്ളൂ. ഏകപക്ഷീയ മത്സരമായി പോകും. ഡോക്ടർ ഫസൽ ഗഫൂർ അത് ഒട്ടും ആഗ്രഹിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഡ്രസ്സിൽ രാജ്യസഭയിലേക്ക് പോകട്ടെ. രാജ്യസഭയിലേക്ക് സീതാറാം യെച്ചൂരി പിന്തുണ വാങ്ങി. ഇവിടെ വികസനം മാത്രമാണ്. ഇന്ന് മാധ്യമ എഡിറ്റർമാരുമായി സംസാരിച്ചിരുന്നു. വികസനം മാത്രമാണ് ലക്ഷ്യം, പ്രീണനമില്ല. അടിത്തറ വിപുലീകരണത്തെ കുറിച്ച് രാജേഷ് പറയുന്നു. കേരളത്തിന്റെ സാമൂഹിക അവസ്ഥയിൽ ബിജെപിയുടെ പ്രതീക്ഷകൾക്ക് സ്കോപ്പ് എത്ര മാർക്ക് കൊടുക്കും? ഞാനൊരു മുന്നറിയിപ്പ് തരാണ് ഈ കാര്യത്തിനെ പറ്റിയിട്ട്. ക്രൈസ്തവ സഭകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജാർഖണ്ഡിലായാലും ഛത്തീസ്ഗഡിലായാലും ഒറീസയിൽ ഗ്രാം സ്റ്റേറ്റ്സിന്റെ സ്ഥലത്ത് അവിടെ ആയാലും ക്രൈസ്തവ സഭകൾ മതപരിവർത്തനം നടത്തുന്നതിനെ അതിശക്തമായിട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദിവാസി വിഭാഗമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടൽ അവിടെ നടക്കുമ്പോൾ ഇവിടെ ചെറിയ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ വല്ല വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ വല്ല ഗ്രാൻഡ് കിട്ടുന്ന കാര്യമോ വല്ല ഫോറിൻ ഫണ്ടിൻ്റെ കാര്യമോ ഈ കാര്യത്തിനായിട്ട് LDFനെയും UDFനെയും ഉപേക്ഷിച്ചുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ ക്രിസ്ത്യാനി പോലും അവരുടെ കൂടെ ഉണ്ടാവില്ല എന്നൊരു ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഞാൻ നൽകുന്നത്. അതിന് അവർക്കൊരു മറുപടി പറയാനുണ്ടെങ്കിൽ അവർ മറുപടി പറഞ്ഞിട്ടോ. ഞാൻ ഈ ഓപ്പണായിട്ട് ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ രാജ്ഭവൻ ഉണ്ണിത്താൻ്റെ കൂടെ പോയിക്കോളൂ, P രാജീവിൻ്റെ കൂടെ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. വെറുതെ മുസ്ലിം വിരോധം കുത്തിത്തിരികൊണ്ട് ക്രൈസ്തവ സഭകൾ മനസ്സിലായില്ല അനാവശ്യമായിട്ട് അമിത്ഷാ നിങ്ങൾ ദുഃഖിക്കാൻ പോകണം. ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ ഒരു കാര്യം അറിയാതെയാണെങ്കിലും പറഞ്ഞു പോയി. ക്രൈസ്തവ സഭകൾ മതപരിവർത്തനം നടത്തുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ എതിരാണ് എന്നുള്ള കാര്യം ഡോക്ടർ ഫസൽ ഗഫൂർ മറന്നുപോയോ? ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. മതപരിവർത്തനം നടത്തുന്നത് മതപരിവർത്തനം നിയമപരമായി നിയമവിധേയമായും നിയമപരമല്ലാതെ 2 തരത്തിലുണ്ട്. അതെന്താ മതപരിവർത്തനം? ഭരണഘടന പ്രകാരം രാജേഷ് ഭരണഘടന സ്വന്തം ഇഷ്ടപ്രകാരം പോകാം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പരിവർത്തനം കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നത് ഏതായാലും ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ ഈ ചർച്ചയിൽ വളരെ കൃത്യമായി വന്നത് തന്നെയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ 2 തരം സമീപനം. എന്നാണ് ഭരണഘടന പറയുന്നത്. ഏതായാലും ഇതൊക്കെ വളരെ ഗൗരവതരമായ തർക്കങ്ങൾക്ക് പുതിയ തലം കേരളത്തിലും ഒരുങ്ങുകയാണ്. ന്യൂനപക്ഷ വോട്ട് സമാഹരണത്തിലേക്ക് BJP നീങ്ങുന്നു. അമിത്ഷാ അത്തരമൊരു രാഷ്ട്രീയ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ വിവരങ്ങളും സൂചനകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദർശനങ്ങളിൽ, ഇന്നത്തെ അടക്കം സന്ദർശനത്തിൽ നിന്ന്. വളരെയധികം നന്ദി ശ്രീ P രാജീവ്, ശ്രീ VV രാജേഷ്, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. പ്രൈം ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.